ബാർ ഉടമകളിൽ നിന്ന് പിരിച്ചെടുക്കേണ്ട ടേൺ ഓവർ ടാക്സിൽ സർക്കാർ ഒളിച്ചുകളി. ടേൺ ഓവർ ടാക്സിന്റെ വിശദാംശങ്ങൾ തേടിയുള്ള നിയമസഭയിലെ ചോദ്യത്തിന് 1 വർഷം കഴിഞ്ഞിട്ടും ധനമന്ത്രി മറുപടി നൽകിയില്ല. ബാറുകളുടെ എണ്ണം കൂട്ടിയിട്ടും ആനുപാതികമായി ടേൺ ഓവർ ടാക്സ് പിരിവ് നടന്നില്ലെന്നാണ് ലഭ്യമാകുന്ന വിവരം. വിൽപ്പനയുടെ 10% ബാറുകൾ നൽകേണ്ട ടേൺ ഓവർ ടാക്സ്. 2017 മുതൽ 2023 വരെ ബാറുകളിൽ നിന്ന് ലഭിച്ച ടേൺ ഓവർ ടാക്സ് വരുമാനം വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ചോദ്യം 2021 മാർച്ച് 6 നിയമസഭയിൽ റോജി എം ജോൺ ഉന്നയിച്ചത്. അൺസ്റ്റാർഡ് ഗണത്തിലുള്ള ചോദ്യത്തിന് നാളിതുവരെ ധനമന്ത്രി ഉത്തരം നൽകിയിട്ടില്ല. 1 വർഷം പിന്നിട്ടിട്ടും ഉത്തരം നൽകാത്തത് ടേൺ ഓവർ ടാക്സ് പിരിവ് കാര്യക്ഷമമല്ലെന്ന ആരോപണം ശക്തിപ്പെടുത്തുന്നതാണ്. 50 രൂപയ്ക്ക് മേടിച്ച സാധനം 75 രൂപയ്ക്ക് വിറ്റെന്ന് 300 രൂപയ്ക്ക് വിറ്റിട്ട് 75 രൂപയെന്ന് കണക്ക് കാണിച്ചാലോ? ഒരു പരിശോധന നടക്കുന്നില്ല. ബാർ ലൈസൻസ് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് മാത്രമായി ചുരുങ്ങിയ 2016-2017 കാലയളവിൽ 300 കോടി വരെ ടേൺ ഓവർ ടാക്സായി ലഭിച്ചിട്ടുണ്ട്. 801 ബാറുകൾ ഇപ്പോൾ സംസ്ഥാനത്തുണ്ടെങ്കിലും ടേൺ ഓവർ നികുതി 600 കോടി കടന്നിട്ടില്ലെന്നാണ് അനൌദ്യോഗിക വിവരം. മുമ്പ് നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഓരോ ബാറും സന്ദർശിച്ചാണ് ടേൺ ഓവർ ടാക്സ് നിശ്ചയിച്ചിരുന്നത്. ഇതിപ്പോൾ ബാറുകൾ നൽകുന്ന കണക്കിനെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ടു പോകുന്നത്. ഇതെല്ലാം ചേരുമ്പോൾ ബാറുടമകളെ സർക്കാർ വഴിവിട്ട് സഹായിക്കുന്നുവെന്ന ആരോപണം കൂടുതൽ ശക്തമാവുകയാണ്. മീഡിയ 1 തിരുവനന്തപുരം.